ആകാശയുദ്ധത്തിൽ ഇന്ത്യയുടെ കരുത്തായ തേജസ് യുദ്ധവിമാനങ്ങൾ ഇനി ഗ്രീസിൻ്റെ വ്യോമാതിർത്തികൾക്ക് സംരക്ഷണമൊരുക്കുമോ? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പോർ വിമാനം സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗ്രീസ് ഭരണകൂടം. ഗ്രീക്ക് വ്യോമസേനയുടെ കൈവശം ഇപ്പോഴുള്ള പഴക്കം ചെന്ന F4 ഫാൻറ്റം 2 ജെറ്റുകൾ മാറ്റി സേനയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ തേജസ് Mk-1A യുദ്ധവിമാനം വാങ്ങുന്നതിനാണ് ഗ്രീക്ക് പ്രതിരോധ മന്ത്രി നിക്കോളാസ് ജോർജിയോസ് താൽപ്പര്യം പ്രകടിപ്പിച്ചത്. റഫാൽ, മിറാഷ്, സുഖോയ്, ജാഗ്വാർ എന്നിവയാണ് ഇന്ത്യയുടെ ആകാശയുദ്ധത്തിലെ പ്രധാന പോരാളികൾ. അതിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഭാരം കുറഞ്ഞ എന്നാൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആധുനിക യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് Mk-1A. മാരകമായ മിസൈലുകളും വഹിച്ച് ചീറിപ്പായുന്ന തേജസ് മാർക്ക് എയിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട്. ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനമായ തേജസിന് ശബ്ദത്തേക്കാൾ 4 മടങ്ങ് വേഗത്തിൽ കുതിക്കാൻ സാധിക്കും. ഇസ്രായേൽ നിർമ്മിത മിസൈലായ ഡർബിയെ വഹിക്കാനും ശേഷിയുണ്ട്. തൊടുത്ത ശേഷം ദിശ നിയന്ത്രിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും വിധമുള്ള റഡാർ സംവിധാനം ഈ മിസൈലിനെ ഏത് കാലാവസ്ഥയിലും പ്രവർത്തിപ്പിക്കാം എന്നതാണ് പ്രത്യേകത. പ്രതിരോധ രംഗത്ത് ആഴത്തിലുള്ള സഹകരണത്തിന് ഔദ്യോഗികമായ കരാറുകൾ ഒന്നും ഇതുവരെയും ഗ്രീസുമായി ഒപ്പിട്ടിട്ടില്ല എങ്കിലും പൈലറ്റുമാരുടെ പരിശീലനം, സാങ്കേതിക വിദ്യ പങ്കിടൽ തുടങ്ങിയ മേഖലകളിൽ ഭാവിയിൽ ഗ്രീസുമായി കൂടുതൽ സഹകരണം ഉണ്ടായേക്കാം. ഇന്ത്യയുടെ ആകാശക്കരുത്ത് ഇനി ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഫ്രാൻസും അമേരിക്കയും റഷ്യയും ഉൾപ്പെടെ യുദ്ധവിമാന രംഗത്തെ വമ്പന്മാർക്കൊപ്പമായിരിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനങ്ങൾ അഭിമാനത്തിൻ്റെ ആകാശത്ത് തേജസ്സോടെ പറക്കാൻ പോകുന്നു.